സ്വന്തം കുടുംബത്തിനും പ്രവാസ ലോകത്തും നിരവധി മരണങ്ങൾ കൺമുൻപിൽ കണ്ട് മൂക്കത്ത് വിരലുവെച്ച നിങ്ങളാരെങ്കിലും തൊട്ടു മുൻപ് നമസ്കരിച്ച ആ അസർ നമസ്കാര ശേഷം പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പം, പടച്ചോനെ, ഞാൻ അറിയുന്ന എന്റെ കുടുംബത്തിലെ അയാളുടെ കബറും നീങ്ങി ഭംഗിയാക്കണേ റബ്ബേ, പ്രാർത്ഥിച്ചോ? ഈ സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും നാളെ ഇല്ലെങ്കിൽ എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും? എത്ര പേര് നമുക്ക് വേണ്ടി ദുനിയാവെന്ന് പടച്ചോനോട് ചോദിക്കാനുണ്ടാകും? എത്ര പേര് നമ്മളെ ഓർക്കും? സ്വന്തം വാപ്പനെയും ഇമ്മനെയും പോലും ഓർക്കാത്ത മക്കളുള്ള കാലഘട്ടത്തിൽ ആ 6 അടി മണ്ണിലേക്ക് ഏത് നിമിഷവും യാത്ര ആരംഭിച്ച് അതിന്റെ പകുതി എത്തിയവരും മുക്കാലെത്തിയവരും അതിന്റെ തുടക്കത്തിലുള്ളവരുമായ മനുഷ്യരെ എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ? എന്തുണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ കാണിക്കാൻ? നാളെ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ച് 10,000 മഹ്ശറാ ലോകത്ത് വെപ്രാളപ്പെടുമ്പോ ആർജവത്തോടെ റബ്ബിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് കയറി ചെന്ന് അമ്പിയാക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ കയറിക്കൂടാൻ മാത്രം ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല ജീവിത രീതി, ഇതിലേത് ചോദ്യത്തിനാ പടച്ചവനോട് ഞാൻ നിങ്ങൾ ഉത്തരം പറയാം? ഒരു നല്ല വിശ്വാസം പോലും ഇന്നും പലർക്കും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല.